നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. ജൂത കുടിയേറ്റക്കാർക്ക് 1000-ഓളം പുതിയ വീടുകൾ നിർമ്മിക്കാനാണ് ശ്രമം. ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ദുരാഷ്ട്രവാദമുയർത്തുന്ന ഇസ്രായേലിലെ പീസ് നൌ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇഫ്രാത്ത് കുടിയേറ്റ ജനസംഖ്യ 40% വർദ്ധിപ്പിക്കുവാനും ഫലസ്തീൻ നഗരമായ ബത്ലഹേമിന്റെ വികസനം തടയാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി എന്നാണ് ഇവരുടെ ആരോപണം. കരാർ നൽകുകയും അനുമതി നൽകുകയും ചെയ്യുന്നതോടുകൂടി വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമാകുമെന്ന് പീസ് നൌ ഏജൻസിയുടെ കുടിയേറ്റ പ്രവർത്തനം നിരീക്ഷിക്കുന്ന സംഘത്തിന്റെ തലവനായ ഹക്കിത് ഓഫാർ പറയുകയാണ്. എന്നാൽ കരാർ നൽകുന്നതിനും പെർമിറ്റ് അനുവദിക്കുന്നതിനും 1 വർഷത്തോളം എടുക്കുമെന്നാണ് സൂചന. ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കുവാനും ഇസ്രായേൽ ജനത ആഗ്രഹിക്കുമ്പോൾ സമാധാനവും വിട്ടുവീഴ്ചകളും അവസരവും ഇല്ലാതാകുന്ന നീക്കമാണ് നെതന്യാഹു സർക്കാർ നടത്തുന്നത് എന്ന് പീസ് നൌ ആരോപിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഇതിനോടകം തന്നെ 100-ലേറെ കുടിയേറ്റ മേഖലകൾ ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ ടൗണുകളും ഭവന സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും പാർക്കുകളും ഉൾപ്പെടുന്നതാണ് ഇസ്രായേൽ കുടിയേറ്റ മേഖലകൾ. 30 ലക്ഷത്തോളം ഫലസ്തീനികൾ കഴിയുന്ന അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ 5 ലക്ഷത്തിലേറെ ജൂത കുടിയേറ്റക്കാരുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സ്വപ്നത്തിലെ ഭാവി ഗസയുടെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. അമ്പരചുംബികളായ ആഡംബര സൗധങ്ങളും ഹോളിഡേ റിസോർട്ടുകളും നിറയെ യാർഡുകളും എല്ലാം ഇവിടെ ഉണ്ടാകും. കൂടാതെ ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ മോസ്കും പള്ളിയും സെനഗോഗും ഒക്കെ തന്നെ ഉണ്ട്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് ഭാവിയിലെ ഗാസയുടെ മഹത്വം വിളിച്ചോതുന്ന ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഗസയെ മധ്യപൂർവ്വ ദേശത്തെ റിവേരയാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ സന്ദർശന വേളയിൽ വൈറ്റ് ഹൌസ് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസറായ ജോസഫ് പെൽസ്മാൻ നേതൃത്വത്തിലാണ് ഈ സംവിധാനം തയ്യാറാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഉപദേഷ്ടാക്കൾ കഴിഞ്ഞ വർഷമാണ് ഇത് അയച്ചു കൊടുത്തിരുന്നത്. പുതിയ നഗര നിർമ്മാണത്തിനായി $500 മില്യൺ ചെലവ് വരുമോ എന്ന് ഇതിനെ സംബന്ധിച്ച പഠനം നടത്തിയവർ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗസ 2023 എന്നാണ് ഈ പ്രോജക്ടിന് പേരിട്ടിരിക്കുന്നത്. കൂറ്റൻ കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ 132 കിലോമീറ്റർ റെയിൽവേ ലൈനും പ്രൊജക്ടിൽ പറയുന്നുണ്ട്. ഗസയെ പ്രതിസന്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഈ പദ്ധതി ഏറെ സഹായകമാകും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഓയിൽ റിഫൈനറുകളും സൗരോർജ്ജ പാടങ്ങളും എല്ലാം നിർമ്മിക്കാനാണ് പദ്ധതി. 2023 തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തതാണ്. നെതന്യാഹു ആയിരിക്കാം ട്രംപിന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ട്രംപിന്റെ ടീമും പ്രൊജക്ട് അയച്ചു കൊടുത്തിരുന്നു. ഗസ മുനമ്പിലെ ഭൂരിപക്ഷം കെട്ടിടങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ നിലംപരിശായിരുന്നു.